കട്ടക്കലിപ്പത്തിയും തെമ്മാടി സെക്കൻഡ്. രചന ദീപേഷ് കിടഞ്ഞി. അവതരണം ഷാഹുൽ മലയിൽ. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചൂളം വിളിച്ച് ട്രെയിൻ മേലെ ചലിച്ചു തുടങ്ങി. ഹലോ കുട്ടി, എഴുന്നേൽക്ക്. വിൻഡോ ഗ്ലാസിന് തൊട്ടടുത്തുള്ള സീറ്റിൽ ചാരി ഉറങ്ങുന്ന സുന്ദരിയായ പെൺകുട്ടിയെ ശ്രീനന്ദ് തട്ടി വിളിച്ചും അവൾ ഉറക്കച്ചുവയോടെ എഴുന്നേറ്റു. എന്താ മാഷേ? ഹലോ കുട്ടി, ഇത് ഞാൻ റിസർവ് ചെയ്ത സീറ്റാ. ആണോ? എന്തായാലും എൻ്റെ ഉറക്കം പോയി കിട്ടിയില്ലേ? അതും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് നേരെ ഓപ്പോസിറ്റായുള്ള സീറ്റിലിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ പോവാ. കുട്ടിയാ? ഞാനും ട്രിവാൻഡ്രത്താ. നാളെ നാട്ടിൽ ചെറിയൊരു വർക്ക് ഉണ്ട്. അത് മാത്രമല്ല, നാളെ എൻ്റെ കൂട്ടർ പെണ്ണാണാൻ വരുന്നുണ്ട് പോലും. അവരുടെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി നിന്ന് കുടിക്കുകയും വേണം. ഒരു കൂസലുമില്ലാതെ പരിചയക്കാരോടെന്ന പോലെയുള്ള അവളുടെ സംസാരം അവനിൽ അത്ഭുതമുളവാക്കി. അല്ല, മാഷയുടെ പേരും ജോലിയൊക്കെ എന്താ? എൻ്റെ പേര് ശ്രീനന്ദ്. ശ്രീകുട്ടൻ എല്ലാവരും വിളിക്കുക. ജോലി എന്ന് പറഞ്ഞാൽ കലാകാരനാ. അത്യാവശ്യം എഴുത്തും പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഓ, കലാകാരനാണല്ലേ, അടിപൊളി. പുഞ്ചിരിച്ച് നുണക്കുഴി വിടർത്തിയുള്ള അവളുടെ സംസാരം കണ്ടതും അവനൊരു നിമിഷം അവളുടെ മനോഹരമായ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി. അല്ല, കുട്ടിയുടെ പേര് പറഞ്ഞില്ല? എൻ്റെ പേര് അനുനന്ദൻ. നാട്ടിലെല്ലാവരും വായാടി എന്ന് വിളിക്കാം. ഞാൻ മംഗലാപുരത്ത് BSc നേഴ്സാണ്. അത്യാവശ്യം ഫോട്ടോഗ്രാഫൊക്കെ ചെയ്യുന്നുണ്ട്. ആണോ? അതെ. പിന്നെ ചോദിക്കുന്നുണ്ടെന്ന് വിചാരിക്കരുത്, മാഷ കല്യാണം കഴിഞ്ഞാണോ? ഏയ് ഇല്ല. അതെന്താ, വല്ല ജാതക പ്രശ്നമുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഇതുവരെ കല്യാണത്തിനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ മാഷ് വല്ല പ്രണയത്തിലെങ്ങാനും പോയി ചാടിയിട്ടുണ്ടാവില്ല. അവളുടെ ചോദ്യത്തിന് അവൻ മൗനം പാലിച്ചിരുന്നു. ഓ, അപ്പം ഞാൻ പറഞ്ഞ ശരിയാണ് അല്ലേ? അപ്പം അവൾ തേച്ചിട്ട് പോയതായിരിക്കും അല്ലേ? ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല. അതെന്താ അങ്ങനെ? അവളുടെ ചോദ്യത്തിന് മുമ്പിൽ അവൻ വീണ്ടും മൗനം പാലിച്ചു. അല്ല മാഷെ, പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ. ഏയ് ബുദ്ധിമുട്ടൊന്നുമില്ല, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. അതെന്താ, കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലേ? പറയാം, പക്ഷെ അതൊക്കെ അറിഞ്ഞിട്ട് തന്തയ്ക്കെന്താ കാര്യം? എനിക്കുള്ള കാര്യം, ഒന്ന്, നിങ്ങളുടെ മനസ്സെങ്ങനെയാണെന്ന് പഠിക്കാം. രണ്ട്, നിങ്ങളുടെ പ്രണയത്തിൽ ആത്മാർത്ഥത ആരുടെ ഭാഗത്താണെന്ന് വിലയിരുത്താം. മൂളിയാ പോരാ, പറയാൻ പറ്റുമെങ്കിൽ പറ മാഷെ. വല്ലാതെ ബോറടിക്കുന്നു. ഇല്ല, ഞാൻ ഭർത്തി കയറി കിടന്ന് ഉറങ്ങാൻ പോവാ. അതും പറഞ്ഞ് അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പറയാം, പക്ഷെ നന്ദക്ക് ബോറടിച്ചാലോ? ബോറടിയോ? എനിക്കോ? ഉടായിപ്പൊന്നും വേണ്ട, വേഗം പറയാൻ നോക്ക്. പറയാം. അതും പറഞ്ഞ് അവൻ അവിടെ മുമ്പിൽ അവൻ്റെ കലാലയ ജീവിതത്തിലെ ഓർമ്മകളുടെ ഏടുകൾ തുറക്കാൻ തുടങ്ങി. കോളേജിൻ്റെ വരാന്തയിലൂടെ മൂളിപ്പാട്ടും പാടി ശ്രീനന്ദ് തനിയെ നടക്കുമ്പോഴാണ് അവൻ അഭിമുഖമായി ശാലീനതയോടെ നടന്നു വരുന്ന ആ പെൺകുട്ടിയിലേക്ക് അവൻ്റെ മിഴികൾ ഉടക്കുന്നത്. ആ നിമിഷം അവനവളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നെടുത്തതും അവൻ്റെ നാസികത്തുമ്പിൽ പെർഫ്യൂമിൻ്റെ ഗന്ധം ഇരച്ച് കയറി. ആ നിമിഷം അവൻ ശ്വാസം അകത്തേക്ക് വലിച്ച് അല്പനേരം കണ്ണും പൂട്ടി പരിസരം മറന്ന് അവിടെ നിന്നു. എടോ, വഴിന്ന് മാറ്. അവൻ പതിയെ കണ്ണു തുറന്ന് അവളുടെ ആ കരിമഷി എഴുതിയ വിടർന്ന മനോഹരമായ വെള്ളാരങ്ങണിലേക്ക് നോക്കി. എടോ, താൻ എന്തെങ്കിലും മീസ് നോക്കുന്നത്? തനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് ഞാൻ വെറുതെയോ? വെറുതെ ആരെങ്കിലും നോക്കിക്കോ. കണ്ടിട്ട് താനൊരു ലക്ഷണത്തെ കോഴിയാണെന്നാണോ തോന്നുന്നത്? അയ്യോ, ഞാൻ അങ്ങനെയൊന്നല്ല. പിന്നെ എങ്ങനെയാണാവോ? അവളുടെ ചോദ്യത്തിന് എന്ത് പറയണമെന്നറിയാതെ അവൻ അവളെ വീണ്ടും കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തുടുത്തു. അവൾ അവന് നേരെ വിരൽ ചൂണ്ടി. എടോ, താൻ വഴിയിൽ നിന്ന് മാറുന്നില്ലയോ? ആ കാഴ്ച കണ്ട് അവിടേക്ക് ഷൈനിയും കൂട്ടി രച്ചെത്തി. ധ്വനി, എന്താ പ്രശ്നം? എടി ഷൈനി, ഇവനേതാ? എന്തൊരു വായിനോട്ടാ! എങ്ങനെയാടി നിങ്ങൾ ഇവൻ ഇത്രയും കാലം ഇവിടെ സഹിച്ച്? ധ്വനി, ആകെ പറയാം, നീ ക്ലാസ് റൂമിലേക്ക് പോയിക്കോ. ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഷൈനി അത് പറഞ്ഞതും ധ്വനി ക്ലാസ് റൂമിലേക്ക് നടന്നു. തിണ്ടി, നീ എന്താ കാട്ടിക്കൂട്ടിയത്? എടി ഷൈനി കുട്ടി, ഞാനൊന്നും ചെയ്തില്ല. അവളെ കണ്ടപ്പോൾ ഞാൻ നോക്കി എന്നുള്ള സത്യ. ആഹാ, ഷൈനി കുട്ടിയോ? എടാ, നീ എപ്പോഴും എന്നെ കാന്താരി കുട്ടി നല്ല വിളിക്കാറ്. ഇന്നെന്താ ഒരു സോപ്പിങ്? പിന്നെ നീ ഇനി അധികം അവളെ നോക്കണ്ട കേട്ടോ. അതെന്താടി? അവളെ എൻ്റെയും ഗീജയുടെയൊക്കെ ബെസ്റ്റ് ഫ്രണ്ടാ. ആണോ? എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു മോളെ. രക്ഷപ്പെട്ടു എന്നോ? അല്ല, അവളെ വളക്കാൻ ഇനി ഇതല്ലാണ്ട് ആവശ്യമില്ലല്ലോ. നീ സഹായിയായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? പച്ചറ്റ്, നീ എന്താ എന്നെ ബ്രോക്കറേഡാണ് കാണുന്നത്? അതല്ലടി, നീ വിചാരിച്ച എനിക്ക് അവളെ വളക്കാന്നല്ലേ? ആ, ഞാൻ വിചാരിക്കാം. പക്ഷേ എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. ഒന്ന്, ഇമ്പോസിഷൻ കിട്ടി എഴുതി തരണം. പിന്നെ ഇടയ്ക്കൊക്കെ എൻ്റെ വട്ടച്ചെലവ് നടത്തണം. അതൊക്കെ ഞാൻ ഏറ്റു. എന്നാൽ ഇന്ന് ഉച്ചക്ക് ഞങ്ങൾക്ക് സുരേഷിൻ്റെ ക്യാൻറ്റീനിൽ നല്ല ചൂട് പൊറാട്ടയും ചെമ്മീൻ മസാലയും വാങ്ങി തരണം. ഓ, അതിനെന്ത്? എന്നാൽ ഞാൻ ഈ കാര്യം ഏറ്റു. അപ്പോൾ ഉച്ചക്ക് സുരേഷിൻ്റെ ക്യാൻറ്റീനിൽ. പിന്നെ ആ രതീഷിനോട് കൂട്ടിയിട്ട് നീ കാര്യമൊന്നും പറയണ്ട കേട്ടോ. അവരല്ലെങ്കിൽ തന്നെ ഭയങ്കര പാരയാ. അതും പറഞ്ഞ് അവളും കൂട്ടി നടന്നകന്നു.
ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. ഇതിനിടയിൽ പലപ്പോഴായി ഷൈനിയും കൂട്ടിനും ധോനിയോട് ശ്രീകുട്ടൻ അവളോട് തോന്നിയ ഇഷ്ടത്തെക്കുറിച്ച് സൂചന നൽകി. പക്ഷേ അവൾ ആർക്കും ഒരു മറുപടിയും കൊടുക്കാതെ ഒഴിഞ്ഞു മാറി നടന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ധോനി ലഞ്ചിന് ശേഷം ക്ലാസ് റൂമിൽ ഒറ്റയ്ക്കിരുന്ന് ലൈബ്രറിയിൽ നിന്നെടുത്ത പുസ്തകം വായിക്കുകയായിരുന്നു. ഹലോ ധോനി. അവൾ പുസ്തകത്തിൽ നിന്ന് തലയുയർത്തി. മുന്നിൽ ശ്രീകുട്ടൻ നിൽക്കുന്നു. എന്തു വേണം? അല്ല, നീ വലിയ നർത്തകിയാണെന്ന് പറയുന്നത് കേട്ടു. ആണെങ്കിൽ ഒന്നുമില്ല, ഞാനൊരു പാട്ടുകാരൻ എഴുത്തുകാരനായതുകൊണ്ടാണോന്ന് അറിയില്ല, എനിക്ക് നർത്തകിമാരോട് ഭയങ്കര ഇഷ്ടവും ബഹുമാനമാണ്. ഓഹോ, അതുകൊണ്ടായിരിക്കുമല്ലേ ഇഷ്ടമൊക്കെ പറയാൻ പലരെയും ദല്ലാളായി വെച്ച് എന്നും പിന്നാലെ വന്ന് ശല്യം ചെയ്യുന്നു. ഏയ്, അങ്ങനെയൊന്നുമല്ലടി, ശരിക്കും ഇഷ്ടമായതുകൊണ്ടാ ഞാൻ നിന്റെ പിന്നാലെ. അവൻ അവളുടെ മിഴികളിലേക്ക് നോക്കി. നിനക്കറിയോ, നിന്നെ കണ്ട നിമിഷം മുതൽ എൻ്റെ ഹൃദയം മുഴുവൻ നീയാണ് പെണ്ണെ. ഞാൻ കാണുന്ന സ്വപ്നങ്ങളിൽ, പാടുന്ന പാട്ടുകളിൽ, എഴുതുന്ന വരികളിലെല്ലാം എല്ലാം നീയാണ്. നിന്നോടുള്ള പ്രണയമാണ് എൻ്റെ പ്രാണനിൽ അലിഞ്ഞു ചേർന്ന പ്രണയം. നിനക്കറിയോ, നിന്നെ കണ്ട നിമിഷം മുതൽ എൻ്റെ ഹൃദയം മുഴുവൻ നീയാണ് പെണ്ണെ. ഞാൻ കാണുന്ന സ്വപ്നങ്ങളിൽ, പാടുന്ന പാട്ടുകളിൽ, എഴുതുന്ന വരികളിൽ എല്ലാം നീയാണ്. നിന്നോടുള്ള പ്രണയമാണ് എൻ്റെ പ്രാണനിൽ അലിഞ്ഞു ചേർന്ന പ്രണയം. നിന്റെ കരിമഷി എഴുതിയ വെള്ളാരം കണ്ണുകളോട്, എൻ്റെ കാതുകളിൽ കുളിർമഴയായി പെയ്തിറങ്ങുന്ന നിന്റെ മധുര ശബ്ദത്തോട്, എന്തിന് തഴുകിയെത്തുന്ന കാറ്റിനോട് പോലും പാറിപ്പറന്ന കിന്നാരം പറയുന്ന നിന്റെ നീണ്ട ഇടതൂർന്ന കാർകൂതലിനോട്, നിശബ്ദതയിലും സംഗീതമുതിർക്കാൻ കഴിയുന്ന നിന്റെ പാദങ്ങൾക്ക് സൗന്ദര്യമേകുന്ന നിന്റെ ആ വെള്ളിക്കൊലുസിനോട് പോലും എനിക്ക് പ്രണയമാണ് പെണ്ണെ, അടങ്ങാത്ത പ്രണയം. ആ പ്രണയത്തിൻ്റെ മിഴിവാർന്ന നിറക്കൂട്ടുകളെ ചേർത്ത് കടലാസ് തുണ്ടുകളിൽ പോലും നിന്നെ വർണ്ണിച്ചെഴുതാൻ എനിക്ക് പേടിയാണ് പെണ്ണെ. ആ വരികളിലൂടെ നിന്നെ മറ്റാരെങ്കിലും പ്രണയിച്ചു പോയാലോ എന്ന പേടി. നിനക്കെന്നോട് വെറുപ്പ് മാത്രമാണെന്നറിയാം, പക്ഷേ നീ എന്നെ എത്രത്തോളം വെറുത്താലും നിന്നെ സ്നേഹിക്കാതിരിക്കാനോ, ഈ ജന്മം നിന്നെ പ്രണയിച്ചതുപോലെ മറ്റൊരാളെ എനിക്ക് പ്രണയിക്കാനോ ആവില്ല. കാരണം ഈ ലോകത്ത് മറ്റൊന്നിനെയും ഞാൻ ഇത്രമാത്രം പ്രണയിച്ചിട്ടില്ല. അവൻ്റെ വാക്കുകൾക്ക് എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൾ തരിച്ചു നിന്നതും ആബിദയും നസീറയും ഷെജീറയും പെട്ടെന്ന് ആ ക്ലാസ്സിലേക്ക് കടന്നു വന്നു. അവരാ രംഗം കണ്ടതും കൈകൊട്ടി ഒരടിപൊളി പ്രണയഗാനം പാടി. പിന്നാലെ വന്ന വിദ്യാർത്ഥികൾ അത് ഏറ്റുപാടിയതും ധ്വനിയിൽ ദേഷ്യം ഇരച്ചു കയറി. അവൾ കോപം കൊണ്ട് എഴുന്നേറ്റ് അലറി. നിർത്ത്! അവിടെ ആകെ നിശബ്ദത പടർന്നതും അവൾ കിതപ്പോടെ പറഞ്ഞു, ഈ തെമ്മാടി വന്ന് പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോ ഞാനതിന് വീണുപോയിന്ന് കരുതിയെല്ലാരും. അതിന് ഈ ധ്വനി മറ്റൊരു ജന്മം ജനിക്കണം. അതും പറഞ്ഞ് അവൾ ബെഞ്ചിലിരുന്നു ജയരാജ മാസ്റ്റർ ക്ലാസ് റൂമിലേക്ക് കടന്നു വന്നു. ആ നിമിഷം കുട്ടികൾ ഓരോരുത്തരായി അവരുടെ ബെഞ്ചിൽ പോയിരുന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. ഇതിനിടയിൽ ശ്രീകുട്ടൻ ധ്വനിയുമായി അടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് പെയ്ത മഴയിൽ ഗ്രൗണ്ടിലകപ്പെട്ട ശ്രീകുട്ടൻ ഗ്രൗണ്ടിലൂടെ കോളേജ് ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന കുടയിലേക്ക് ഓടിക്കയറി. കുടയിലെത്തി അവൻ കുട പിടിച്ച ആളെ കണ്ട് അത്ഭുതപ്പെട്ടതും അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. പതിയെ അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ധ്വനി. അവളൊന്നും പറയാതെ മുന്നോട്ട് നടന്നതും അവനും അവൾക്കൊപ്പം ആ കുടയിൽ സഞ്ചരിച്ചു. എടി, നീ മനസ്സിൽ എന്നോട് എന്തിനാണ് ഇത്ര വെറുപ്പ് കൊണ്ട് നടക്കുന്നത്? ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞതാ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. നീ എൻ്റെ മുമ്പിൽ എത്ര മൗനം പാലിച്ച് വെറുപ്പോടെ നടന്നാലും, നീ എന്നെ എത്ര വെറുത്താലും, നിന്നോടുള്ള എൻ്റെ ഇഷ്ടം എൻ്റെ ഹൃദയത്തിൽ നിന്നെ ഒരിക്കലും പിഴുതെറിയാൻ പറ്റില്ല. അത്രയ്ക്ക് നീ എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയടി. അവൾ മൗനം തുടർന്നു. പിന്നെ നിനക്കെന്നെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം. നീ എന്നിൽ നിന്ന് ദേഷ്യത്തോട് അകന്നു മാറുമ്പോഴും പലപ്പോഴും നീ എന്നെ തിരിഞ്ഞു നോക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവൾ പല്ലിറുമിക്കൊണ്ട് ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പതിയെ മുന്നോട്ട് നടന്നു. അല്ല സായിദ, രണ്ടുപേരും ഇപ്പോൾ ഒരേ കൂടയിലാണല്ലോ യാത്ര. അന്ന് നമ്മളെല്ലാവരും പാട്ട് പാടിയതാ ഇവൾക്ക് കുഴപ്പം അല്ലേ? അതേ ഗീജ, അന്ന് എന്തൊക്കെയായിരുന്നു ഇവിടെ പുകില്? ഇപ്പം എന്തായി? ഇപ്പം എന്താവാനാ, ഇവർ തമ്മിൽ പ്രണയമായി. ഇനി നമ്മളെല്ലാവരും കൂടി ഇവർക്കൊരു പ്രണയഗാനം പാടിക്കൊടുക്കാം. അവൾ ഗീജയെ രൂക്ഷമായി നോക്കി. എടി, നീ എന്തിനാടി അവൾ നോക്കി പഠിപ്പിക്കുന്നത്? അവൾ ചോദിച്ചില്ലെന്താ തെറ്റ്? ഷൈനി, നീയൊക്കെ ഇത് എന്തറിഞ്ഞാടി ഇങ്ങനെ സംസാരിക്കുന്നത്? അപ്പം ഞങ്ങളൊക്കെ കണ്ടതോ? എന്തു കണ്ടുന്നാ? ഇവർ മൊത്തം ഒരു കുഴയിൽ ഒന്നിച്ച് യാത്ര ചെയ്തോ? ഞാൻ നിങ്ങളോടൊക്കെ പലവട്ടം പറഞ്ഞല്ലേ ഈ തെമ്മാടി എനിക്ക് ഇഷ്ടമല്ലെന്ന്. എന്നിട്ട് ഈ തെമ്മാടിൻ്റെ പിന്നാലെ ഉളുപ്പില്ലാതെ നടക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? അവളുടെ ചോദ്യത്തിന് ഉത്തരമില്ലാതെ എല്ലാവരും മൗനം പാലിച്ചതും അവൾ ശ്രീകുട്ടിന് നേരെ തിരിഞ്ഞു. എടാ തെമ്മാടി, ഞാനിവിടെ വരുന്ന പഠിക്കുന്ന പ്രണയിക്കാനല്ല. എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് പഠിപ്പിലൂടെ നേടിയെടുക്കണം. അതിനിടയിൽ പ്രേമം മണ്ണാൻ കണ്ടതൊക്കെ പറഞ്ഞിട്ട് പിന്നാലെ നീ വന്നാലുണ്ടല്ലോ, ഇനി ഇതുപോലെ ആയിരിക്കില്ല എൻ്റെ പ്രതികരണം. മനസ്സിലായടാ കഴുതേ?
അതും പറഞ്ഞ് അവൾ ക്ലാസ് റൂമിലേക്ക് നടന്നു. ഡാ നീ വന്നേ എന്ന് പറഞ്ഞ് ഷൈനി രതീഷും ശ്രീകുണ്ണയും കൂട്ടി ലൈബ്രറിയുടെ ഇടനാഴിയിലേക്ക് നടന്നു. എടാ തെണ്ടി, നീ അവൾ പറഞ്ഞു കേട്ടില്ലേ? ഇനി അവിടെ പിന്നാലെ നടന്നിട്ടൊരു കാര്യമില്ല. ഇനി അവിടെ വളർക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രയോഗിക്കേണ്ട പ്രായോഗിക ബുദ്ധിയോ? അവൻ കാര്യം മനസ്സിലാവാതെ രതീഷിന്റെ മുഖത്തേക്ക് നോക്കി. എടാ പൊട്ട, ഇനി അവളെ വളക്ക് അവളുമായിട്ട് നീ ചങ്ങാത്തം കൊണ്ടു, എന്നിട്ട് വേണം അവിടെ ഹൃദയത്തിൽ നീ കയറിപ്പറ്റാൻ. അതെങ്ങനെയാ? എടാ നീ ഇപ്പോൾ ബ്ലൂ ഗ്രൂപ്പിലല്ലേ ഉള്ളത്. നീ അതിൽ നിന്ന് ഞങ്ങളുടെ റോസ് ടീമിലേക്ക് ചേർക്കണം. നീ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേർന്ന ഈ പ്രാവശ്യം സ്പോർട്സിന് യൂത്ത് ഫെസ്റ്റിലും കപ്പ് ഞങ്ങൾ കൊണ്ടുപോകും. അതെങ്ങനെ? എടാ സ്പോർട്സിൽ നസീറും ജമാലും റഫീഖും ടീമും, പാട്ടിൽ കവിതാരചനയിൽ നീയും ഉണ്ട്, പിന്നെ ഡാൻസുള്ള കലാപരിപാടികളിൽ ധോനിയും ടീമും. അങ്ങനെയാകുമ്പോൾ ഇപ്രാവശ്യം കപ്പ് നമുക്ക് ഉറപ്പാണ്. നിനക്ക് ധോനിയായിട്ട് കൂട്ടിയിടാനുള്ള ഒരു അവസരം ഉണ്ടാവും. നിന്നെ അവളെയും ഞങ്ങൾ പ്രോഗ്രാം ലീഡേഴ്സ് ആക്കാം. എന്തേ? അത് നിനക്ക് സമ്മതി വേണ്ട. ചിലപ്പോൾ ധോനിയായിട്ട് അടുക്കാനുള്ള ഇതുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയെന്നുമില്ല. എന്തു പറയുന്നു? അതൊക്കെ ശരി. എന്നെ അവളെയും പ്രോഗ്രാം ലീഡേഴ്സ് ആക്കുന്ന ഉറപ്പെന്നാ ഞാൻ റെഡി. അങ്ങനെയെങ്കിൽ എനിക്ക് കപ്പ് നമുക്ക് ധോനിക്കും ഇവനും. വാ, നമുക്ക് ഇപ്പം തന്നെ ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും കഴിച്ച് ഭാവി പരിപാടികൾ ആസൂത്രണം നടത്താം എന്ന് ഷൈനി പറഞ്ഞു. അവർ 3 പേരും സന്തോഷത്തോടെ ക്യാൻറ്റീനിലേക്ക് നടന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ആ ക്യാമ്പസിൽ സ്പോർട്സ് കഴിഞ്ഞ് യൂത്ത് ഫെസ്റ്റിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അപ്പോഴേക്ക് റോസ് ഗ്രൂപ്പിന്റെ കൂട്ടായ്മയിലൂടെ ശ്രീകുട്ടനും ധോനിയും സൗഹൃദം തുടങ്ങി. അങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിന്റെ 1ാം ദിനം ശ്രീകുട്ടന്റെ തകർപ്പൻ പാട്ടിലൂടെയും കവിതയിലൂടെയും മത്സരരംഗത്ത് റോസ് ടീം പോയിന്റ് പട്ടികയിൽ ബഹുദൂരം മുന്നിലേക്ക് കുതിച്ചു. പിറ്റേന്ന് കലാപരിപാടികളുടെ അവസാന ദിവസം റിഹേഴ്സൽ റൂമിൽ. എടി ഞാൻ റെഡിയായി, ഞങ്ങൾക്ക് വേണ്ട ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ടോ, അടുത്ത് നമ്മുടെ നൃത്തപരിപാടി ആയിരിക്കും. ധോനി അത് പറഞ്ഞു സജിനയും കൂട്ടനും ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. അല്പസമയത്തിന് ശേഷം റിഹേഴ്സൽ റൂമിൽ. സ്പീക്കറിൽ ഒഴുകിയെത്തുന്ന മനോഹര പാട്ടിന് നൃത്തവേഷത്തിൽ ചെറുതായി ചൂടുവെച്ച് ധ്വനി തിരിഞ്ഞു. വാവ്, സൂപ്പർ, ഒന്നും പറയണ്ട. ആ മനോഹര ശബ്ദത്തിലെ പാട്ടും അതിനൊത്ത ചൂടുകളും പറയാൻ വയ്യ. അമേസിങ്. അവൾക്ക് മുമ്പിൽ കൈകൾ കെട്ടിന്ന് ശ്രീകുട്ടൻ പറഞ്ഞത്. ഈശ്വര, ഈ അനവരാതിന്റെ പാട്ടും കേട്ടല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞ് അവൾ അവനെ നോക്കി ചമ്മിയൊരു ചിരിയിരിച്ചു. എടോ, എന്നുള്ള നിന്റെ മനോഭാവത്തിൽ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? അവളൊന്നും പറയാതെ മുഖത്ത് പുഞ്ചിരി വിടർത്തിയതു. എടീ, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം. ശരിക്കും നിനക്ക് എന്നോട് ഇപ്പോഴും വെറുപ്പുണ്ടോ? അത് പറ. നിന്റെ ഉള്ളിൽ എവിടെയോ ഇപ്പോൾ ചെറുതായിട്ടാണെങ്കിലും എന്നോടൊരിഷ്ടം തോന്നുന്നില്ലേ? എന്തായാലും ഞാനിപ്പോൾ നിന്റെ പിന്നാലെ ഒന്ന് ശല്യം ചെയ്യാറൊന്നുമില്ലല്ലോ. അവൻ്റെ ചോദ്യത്തിന് അവളൊന്നും പറയാൻ നിന്നു. മൈക്കിലൂടെ അനൗൺസ്മെന്റ് ആ മുറിയിലേക്ക് ഒഴുകിയെത്തി. നെക്സ്റ്റ് ഐറ്റം, ചെസ് നമ്പർ 101 ഗ്രൂപ്പ് ഡാൻസ്. ഗ്രൂപ്പ് ഡാൻസിന് തയ്യാറായ ടീം എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ദൈവമേ, ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോയവർക്ക് എവിടെ പോയി? ധ്വനിയുടെ മുഖത്തെ ടെൻഷൻ നിഴലിച്ചു തുടങ്ങി. വീണ്ടും മൈക്കിലൂടെ അനൗൺസ്മെന്റുകൾ വന്നുകൊണ്ടേയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ റൂമിൽ നിന്നിറങ്ങി. വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി. ചെസ് നമ്പർ 101 സ്റ്റേജിൽ റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അവർക്ക് കൊടുത്ത സമയപരിധി കഴിഞ്ഞാലും അവിടെ മത്സരം ഉപേക്ഷിച്ചതായിട്ട് അറിയിക്കുന്നു. അനൗൺസ് കേട്ടതും അവൾ വരാന്തയുടെ ചുമരിൽ ചാരി മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. അവൾക്കരിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ശ്രീകുട്ടൻ നിന്നു. ധ്വനി, നമ്മളെ ആരോ ചതിച്ചതാടി. ഭവിതയുടെ ശബ്ദം കേട്ട് അവൾ മുഖമുയർത്തി നോക്കി. എന്ത് ചതിച്ചെന്നോ? അതേടി, ഞങ്ങൾ വാതിൽ കൂട്ടിയിട്ട് ഡ്രസ്സ് മാറ്റുമ്പോൾ ആ മുറിയുടെ ലോക്കാരം പുറത്തുനിന്ന് പൂട്ടി. ആരാത് ചെയ്ത്? എന്തിനായിരിക്കും ചെയ്തത്? ആരാരും വിടരുതവരെ. ധ്വനിയുടെ വാക്കുകൾ രോഷത്തോടെ അവിടെ ആകെ മുഴങ്ങിയത്. ധ്വനി, ശ്രീകുട്ടനാ പുറത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്ത്. അവന്റെ പ്രണയം നീ നിരസിച്ചുള്ള പ്രതികാരം ചെയ്യായിരുന്നു. സുഹറയുടെ വാക്കുകൾ അവിടെ ആകെ ഇടിമുഴക്കം പോലെ മുഴങ്ങിയത്. ധ്വനി ചുറ്റും കൂടിയ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് ശ്രീകുട്ടന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് വലിച്ചു. പ്രാണവായു പോലെ ഞാൻ കൊണ്ടുനടക്കുന്ന നൃത്തകരെ ചതിയിലൂടെ നീ തീർത്ത് കളഞ്ഞല്ലോ. നീ ഇത്രയും നാൾ സൗഹൃദം നടിച്ചെന്റെ പിന്നാലെ നടന്ന് ചതിക്കാനായതാടാ ചേറ്റെ. ഒന്നുമില്ലെങ്കിലും നീ ഒരു കലാകാരനല്ലേ? കലാകാരന്മാരൊക്കെ മനസ്സിൽ പകവെച്ച് നടക്കൂ. കലാകാരന്മാരുടെ മനസ്സെപ്പോഴും ശുദ്ധമായിരിക്കണ്ടേ? ധ്വനി, ഞാൻ മിണ്ടി പോരുന്നു. എല്ലാം തകർത്തിട്ട് മോങ്ങുന്നു. നീ തകർത്ത എന്റെ സ്വപ്നങ്ങളെയാണോ? ഓർക്കില്ല ഞാൻ. എന്റെ മരണം വരെ നിന്റെ ചതി, വെറുപ്പാ നിന്നോട്. തീർത്താ തീരാത്ത വെറുപ്പ്.
ധുനി ഞാനത് എല്ലാം തീർത്തിട്ട് നീ എന്ത് പറയണടാ ചീറ്റ്. അതും പറഞ്ഞു അവൾ അവന്റെ കോളിൽ നിന്ന് പിടിവിട്ട് ഇരുകൈകൊണ്ടവന്റെ മുഖത്ത് ആഞ്ഞു വീശിക്കൊണ്ട് അലറി, കൊല്ലും ഞാൻ നിന്നെ. അവൾ കലിയടങ്ങാതെ അവന്റെ മുഖത്ത് കൈകൾ ആഞ്ഞു വീശിക്കൊണ്ടേയിരുന്നതും അനീഷയും റീജയെ അവളെ ബലമായി പിടിച്ചു വലിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി. അല്പസമയത്തിന് ശേഷം അവൾ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് നൃത്തവേഷങ്ങളൊക്കെ മാറ്റി ആരോടും ഒന്നും പറയാതെ കലങ്ങിയ കണ്ണുകളുമായി അവളുടെ വീട്ടിലേക്ക് പോയി. 2 ദിവസങ്ങൾക്ക് ശേഷം ഉച്ച സമയത്ത് കോളേജിന്റെ മുകളിലെത്ത നിലയിൽ വരാന്തയുടെ കൈവിരൽ പിടിച്ച് ധ്വനി ഗ്രൗണ്ടിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ധ്വനി, എന്താ സീന? എടി, എനിക്കിതിനൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അവനെക്കുറിച്ചാണെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അവനെക്കുറിച്ചൊന്നല്ല, ഞാൻ കണ്ട കാര്യമാണ്. എന്ത് കാര്യം? അത് അന്ന് സജിനെയും കൂട്ടിയും ഡ്രസ്സിംഗ് റൂമിൽ പൂട്ടിയിട്ട് ശ്രീകുട്ടനല്ല. ഓ, അപ്പം നീ കൂട്ടുകാരനെ ന്യായീകരിക്കാൻ വന്നാണല്ലേ? ന്യായീകരിക്കുന്നൊന്നല്ല, സുഹൃയും ടീമും ഡ്രസ്സിംഗ് റൂം പൂട്ടുന്ന ഞാൻ കണ്ടതാ. എന്ത്? നീ എന്താ പറഞ്ഞേ? അതെ, വരാന്തയുടെ തൊട്ടുള്ള ഗാന്ധി പ്രതിമയുടെ മറവിൽ നിന്നാണ് ഞാൻ ആ കാഴ്ച ഉണ്ട്. അവനവരുടെ ബ്ലൂ ഗ്രൂപ്പിൽ നിന്ന് മാറി റോസ് ഗ്രൂപ്പിൽ ചേർന്നോണ്ടാ അവരെ ചെയ്തിട്ട് അവൻ്റെ തലയിലിട്ട്. പിന്നെ അവനെൻ്റെ കൂട്ടുകാരനെന്നോട് പറയല്ല, അവനൊരു പാവ. അവനെ കൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിന്നെയും നിന്റെ നൃത്തത്തെയൊക്കെ അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു. നീ ഒരുപാട് ഉയരങ്ങളിലെത്താൻ അവൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. നീ അവനെ ഇഷ്ടപ്പെടുന്നത് ഞാൻ പറയുന്നില്ല, പക്ഷെ തെറ്റിദ്ധാരണ കൊണ്ട് ഒരിക്കലും അവന് വെറുക്കുകയോ ശപിക്കുകയോ ചെയ്യരുത്. ഹസീനയുടെ വാക്കുകൾ അസ്ത്രം പോലെ അവളുടെ ഹൃദയത്തിൽ തറച്ചത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആ നിമിഷം അവൾ ശ്രീകുട്ടനെ തിരഞ്ഞ് വരാന്തയിലൂടെ നടന്നു. അവൾ അവനെ ആ കോളേജ് മുഴുവനായിട്ട് മരിച്ചു പെറുക്കിയിട്ട് കാണാതായതും അവനുണ്ടാവാറുള്ള അവസാനത്തെ ഇടമായ ലൈബ്രറിയിലേക്ക് അവൾ നടന്നു. ആളൊഴിഞ്ഞ ലൈബ്രറിയിലെ ബെഞ്ചിലിരുന്ന് ഡെസ്കിൽ തലവെച്ച് കണ്ണും പൂട്ടിക്കിടന്ന ശ്രീകുട്ടനെ കണ്ടതും അവൾ ഡോറടച്ച് കുറ്റിയിട്ടു. ഡോറടയുന്ന ശബ്ദം കേട്ട് അവൻ പതിയെ എഴുന്നേറ്റ് കണ്ണു തുറന്നു. നിറമിഴികളുമായി തനിക്ക് മുമ്പിൽ നിൽക്കുന്ന ധ്വനിയെ കണ്ട് അവൻ എഴുന്നേറ്റ് നിന്നു. ശ്രീ, ഞാൻ എന്തിനാവുന്ന്? വീണ്ടും തല്ലാനോ, കൊല്ലാനോ, അതോ ശപിക്കാനോ? അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കാര്യോ? എനിക്കൊന്നും കേൾക്കണ്ട. ഞാനൊരു ചതിയനാ, ക്രൂര മനസ്സിന്റെ ഉടമയാ. അതുകൊണ്ട് നീ പറയുന്നതും കേൾക്കാൻ എനിക്ക് മനസ്സില്ല. അതല്ല ശ്രീ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും കേൾക്കണ്ടെന്ന്. അതും പറഞ്ഞു അവൻ നടന്ന് ഡോറിന്റെ കുറ്റിപതിയെ തുറക്കാൻ നോക്കിയതും. പോയിക്കോ, എനിക്ക് ശ്രീയെ ഇഷ്ടമാണെന്ന് പറയാനാ ഞാൻ വന്ന്. അത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ പോയിക്കോ. ഇടറിയ ശബ്ദത്തിൽ അവളത് പറഞ്ഞതും അവൻ ഡോറിന്റെ കുറ്റിയിൽ നിന്ന് വിരലുകൾ പിന്നോട്ട് വലിച്ച് അവൾക്കരികിലേക്ക് നടന്നു അവളുടെ വെള്ളാരം കണ്ണിലേക്ക് നോക്കി. എടി, നീ എന്താ പറഞ്ഞേ? അതൊന്നുകൂടി പറഞ്ഞേ. എനിക്ക് ശ്രീയെ ഒരുപാട് ഇഷ്ടമാണെന്ന്. ആ നിമിഷം അവൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ വീണ് വിതുമ്പി. ഐ ലവ് യു ശ്രീ, ഐ ലവ് യു സോ മച്ച്. അവിടെ തുടങ്ങിയായിരുന്നു ശ്രീനന്ദിൻ്റെയും ധ്വനിയുടെയും അനശ്വര പ്രണയം. ദിവസങ്ങൾ കഴിയും തോറും അവരുടെ പ്രണയം വളർന്ന് പന്തലിച്ച് ആ കോളേജിലാകെ പൂത്തുലഞ്ഞു. അങ്ങനെ അവസാന വർഷമാകുമ്പോഴേക്കും അവരുടെ പ്രണയം ധ്വനിയുടെ വീട്ടിലറിഞ്ഞതും അവിടെ ആകെ പ്രശ്നമായി. അങ്ങനെ പബ്ലിക് എക്സാം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് ശ്രീകുട്ടിയും ധ്വനിയും വാഗമരത്തിന് ചുവട്ടിൽ നിൽക്കുകയായിരുന്നു. എടാ, പരീക്ഷ കഴിഞ്ഞാൽ നമ്മളെങ്ങനെ കണ്ടുകിട്ടും? എൻ്റെ വീട്ടിലാപ്പം തന്നെ പ്രശ്നം. എനിക്കാ പേടിയാവുക. എന്തിന്? അത് നമ്മുടെ പ്രണയം അറിഞ്ഞ മുതൽ ബന്ധുക്കളെല്ലാവരും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തും വിലക്ക് വാങ്ങാൻ കഴിവുള്ളവരാ എൻ്റെ കുടുംബം. അതാ എൻ്റെ പേടി. അനാവശ്യ കാര്യം ചിന്തിക്കേണ്ട. അനാവശ്യ കാര്യമൊന്നുമല്ല. എൻ്റെ പരീക്ഷ കഴിഞ്ഞ് ഇവിടെ എല്ലാം വിറ്റുപെറുക്കി ദൂരത്തെ എവിടെയെങ്കിലും പോകണമെന്നാണ് മാമന്മാരുടെയൊക്കെ തീരുമാനം. അങ്ങനെ ഇവിടം വിട്ട് പോവേണ്ടി വന്നാൽ ഞാൻ എന്തു ചെയ്യും? ഞാൻ എങ്ങനെ നിന്നെ കാണും? അങ്ങനെ സംഭവിച്ചാൽ നീ എന്നെ മറക്കുമോ? നിന്നെ മറക്കാനോ? അതിനെനിക്ക് പറ്റൂടി. നീ എവിടെയായാലും ഞാൻ നിന്നെ തേടി വരും. അങ്ങനെയെങ്കിൽ ഞാനും കാത്തിരിക്കും, എൻ്റെ പ്രാണം വെടിയുന്നവരെ. അതെത്ര വർഷമായാലും നിന്റെ വരവും കാത്ത് ഞാൻ കാത്തിരിക്കും. അവളത് പറഞ്ഞതും അവൻ അവളുടെ കൈകൾ മുറുകെ പിടിച്ചു. ആ നിമിഷം അവരുടെ മുമ്പിൽ ഒരു ഒമ്നിമാൻ മുരൾച്ചയോടെ വന്നു നിന്നു. ആ വാനിൽ നിന്നിറങ്ങിയ ആളെ കണ്ട് ധ്വനിയൊന്ന് ഞെട്ടി. ആ നിമിഷം അവൾ അറിയാതെ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. വിവേക്? അതേടി, ഞാൻ തന്നെയാ, വിവേക് ശർമ്മ, നിന്റെ മുറചെറുക്കൻ. നിന്റെ അപ്പം മരണക്കിടക്കിടുന്ന് എൻ്റെ അപ്പനോട് പറഞ്ഞാ എൻ്റെയും നിന്റെയും കല്യാണം നടത്തണമെന്ന്. അത് നടത്തുമെന്ന് എൻ്റെ വീട്ടുകാരൻ നിന്റെ അപ്പനും വാക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് നിന്റെ കഴുത്തിൽ മിന്നിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും. ഓഹോ, അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? എൻ്റെ കഴുത്തിൽ ആരും മിന്നിട്ടണമെന്ന് ഞാൻ തീരുമാനിക്കും. നീ എന്താടി പറഞ്ഞേ? ഞാൻ ആരെ വിവാഹം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. നിങ്ങളോട് പലപ്പോഴും ഞാൻ പറഞ്ഞല്ലേ, കള്ളും കഞ്ചാവ് അടിച്ചിറക്കുന്ന നിങ്ങളെന്ന് എനിക്ക് ഇഷ്ടമല്ലെന്ന്. ആരാണടി കള്ളും കഞ്ചാവ് അടിക്കുന്നത്? നിങ്ങൾ ഇപ്പോഴും കള്ളുപിടിച്ച് പ്രശ്നം ഉണ്ടാക്കാനല്ലേ ഇവിടെ വന്ന്? എടാ, ഈ പെണ്ണ് പറയുന്ന കേട്ടില്ലേ?
നമ്മൾ കള്ളൂടിയന്മാരാണെന്ന്. അതൊക്കെ ഇവള് പറയുന്നത് ഈ പറത്തിലാ. ഇവൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്തേക്ക്. വിവേകിന്റെ വാക്ക് അട്ടഹാസം പോലെ മുഴങ്ങിയതും ആ വാനിൽ നിന്ന് തടിച്ചുകൊഴുത്ത 3-4 പേര് ഇറങ്ങി. ശ്രീകുട്ടന്റെ മുമ്പിൽ നിന്നും ധ്വനി അവന്റെ കയ്യിൽ പേടിയോടെ മുറുകെ പിടിച്ചു. അത് കണ്ടിട്ടെന്നോണം രണ്ടുപേർ ചേർന്ന് അവനെ അവളെയും ബലമായി പിടിച്ചു വലിച്ചു മാറ്റി. അവരിൽ നിന്ന് കുതിരിമാറാൻ ശ്രീകുട്ടൻ ശ്രമിച്ചതും വിവേകിന്റെ കാൽ അവന്റെ അടിവയറ്റിൽ ആഞ്ഞു പതിച്ചു. ചവിട്ടേറ്റ് ശ്രീകുട്ടൻ ഒമ്നിവാനെടുത്ത് എറിച്ചു വീണതും വിവേക് വാനിൽ നിന്ന് ഇരുമ്പ് വൈപ്പെടുത്ത് ശ്രീകുട്ടന്റെ നേരെ നടന്നെടുത്തു അവന്റെ നെഞ്ചിൽ കാലമർത്തി ഞെരിച്ചതും അവൻ ബലമായി ഇരുകൈ കൊണ്ട് വിവേകിന്റെ കാലിൽ അമർത്തി പിടിച്ച് പുറകോട്ട് ആഞ്ഞു തള്ളി. അപ്രതീക്ഷിതമായ തള്ളിൽ ബാലൻസ് സെറ്റ് നിലത്തി വീണ വിവേക് പിടഞ്ഞെഴുന്നേറ്റ് കയ്യിൽ ഇരുമ്പ് പൈപ്പ് ശ്രീകുട്ടന് നേരെ വീശി. ഇരുമ്പ് പൈപ്പ് വായുവിലൂടെ മിന്നായം പോലെ ശ്രീകുട്ടന്റെ ശരീരത്തിൽ ആഞ്ഞു പതിച്ചതും ധ്വനിയുടെ ബലമായി അവരിൽ നിന്ന് കുതിരിമാറാൻ ശ്രമിച്ചുകൊണ്ട് അലറി. അവളുടെ അലർച്ച ഇടിമുഴക്കം പോലെ ആ കോളേജിലാകെ മുഴങ്ങിയതും വിദ്യാർത്ഥികൾ ഓടിക്കൂടി. അവരിൽ നിന്ന് ഫഹദ്, രതീഷും സനീഷും അടങ്ങുന്ന സംഘം വിവേകിനെയും സംഘത്തെയും പഞ്ഞിക്കിട്ടു. ഒടുക്കം മടികൊണ്ട് തളർന്ന വിവേകവും സംഘവും അല്പസമയത്തിന് ശേഷം വാനുമായി കോളേജ് കോമ്പൗണ്ടിന് പുറത്തേക്ക് പോയി. ട്രെയിനിൽ മറ്റൊരു സ്റ്റേഷനെത്തി കച്ചവടക്കാരുടെ ബഹളം തുടങ്ങി. ആ ബഹളത്തിനുള്ളിൽ ശ്രീകുട്ടൻ നന്ദനയെ നോക്കി. അല്ല മാഷെ, പിന്നീട് സംഭവിച്ചു? ആ പറയാം, നമുക്കൊരു ചായ കുടിക്കാം. അതും പറഞ്ഞ് അവൻ വേഗം 2 ചായ വാങ്ങി ഒന്ന് നന്ദനയ്ക്ക് നേരെ നീട്ടി. അവൾ വേഗം ആ ചായ മുത്തി കുടിച്ച് അവനോടൊപ്പം പേപ്പർ ഗ്ലാസ് ചുരുട്ടി വേസ്റ്റ് ബോക്സിലിട്ടു. ട്രെയിൻ ചൂളം വിളിച്ച് ആ സ്റ്റേഷൻ വിട്ടതും ഇനി ബാക്കി പറ മാഷേ. ആ പറയാം. പിന്നീട് ധ്വനി കോളേജിലേക്ക് വന്ന് പബ്ലിക് എക്സാം എഴുതാൻ വേണ്ടി മാത്രമായിരുന്നു. അതും ബന്ധുക്കളായ അംഗരക്ഷകർക്കൊപ്പം. അതുകൊണ്ട് തന്നെ അവളെ നേരിട്ട് കാണാനോ സംസാരിക്കാനോ എനിക്ക് പറ്റിയില്ല. പബ്ലിക് എക്സാം കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അറിഞ്ഞത് അവളുടെ കുടുംബം വീടും സ്ഥലം വിറ്റിട്ട് ബാംഗ്ലൂർ സെറ്റിലായിരുന്നു. അങ്ങനെ ഹസീനയുടെ അടുത്തുനിന്ന് അവളുടെ വീട്ടിലെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് ഞാൻ അവളെ കാണാൻ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു. ബാംഗ്ലൂരിലെ STD ബൂത്തിൽ വെച്ച് ഞാൻ അവളുടെ വീട്ടിലേക്ക് വിളിച്ചു. ഹലോ. മാസങ്ങൾക്ക് ശേഷം ധ്വനിയുടെ ശബ്ദം കേട്ടതും എന്ത് പറയണമെന്നറിയാതെ വാക്കുകളെൻ്റെ തൊണ്ടയിൽ കുരുങ്ങി. ഹലോ, ആരാണ്? ധ്വനി, ഞാൻ ശ്രീകുട്ടൻ. മറുതലക്കൽ നിശബ്ദത പടർന്നു. എടി, ഞാൻ ബാംഗ്ലൂരുണ്ട്, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ബാംഗ്ലൂരോ? എന്നെ കാണാനൊന്നും പറ്റില്ല. എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ... എടാ, നേരിട്ട് കാണുന്ന റിസ്ക്കാ. എന്ത് റിസ്ക്കാലും ഞാൻ നേരിട്ട് നിന്നെ കണ്ടിട്ട് ഇവിടുന്ന് പോകും. അങ്ങനെയാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നീ സിറ്റി മാർക്കറ്റിനടുത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നോ. അവിടെ വന്നിട്ട് നിന്നെ ഞാൻ കണ്ടോളാം. പിന്നെ ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട കേട്ടോ. ആർക്കെങ്കിലും വല്ല സംശയം തോന്നി എല്ലാം തീർന്നു. പിറ്റേന്ന് ഞാൻ അവളെയും കാത്ത് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നു. ഹലോ, ശ്രീകുട്ടനല്ലേ? അതെ. ശ്രീകുട്ട, ഞാൻ ധ്വനിയുടെ ബന്ധുവാണ്. അവൾ അപ്പുറത്ത് വണ്ടിയിലിപ്പുണ്ട്. വാ, അവിടെ വെച്ച് നിനക്ക് അവളെ കാണാം. ഞാൻ അയാൾക്ക് പിറകെ കിടന്ന് ഒരു ഒമ്നി വാനെടുത്ത് എത്തിയതും 2-3 പേർ ചേർന്ന് എന്നെ ബലമായി ആ വാനിലേക്ക് വലിച്ചു കയറ്റി. വാനിൽ വെച്ച് അവരെന്നെ പൊതിരെ തല്ലുകൊണ്ട് അവശനായ എൻ്റെ കഴുത്തിലൊരാൾ കുത്തിപ്പിടിച്ചോണ്ട് അലറി. പന്നക്കാഴ്വരുടെ മോനെ, ഇനി നീ ധ്വനിയുടെ പിന്നാലെ നിന്നെ ഞങ്ങൾ കൊല്ലും. ഇനി നീ ഒരിക്കലും അവളെ കാണാൻ വരുതെന്നും താക്കീത് ചെയ്തിട്ട് വിട്ടാൽ മതി എന്ന് അവൾ പറഞ്ഞോണ്ട് മാത്രം നിന്നെ ഞങ്ങൾ കൊല്ലാണ്ട് വിടുന്നത്. നിന്നെ അവൾക്ക് ഇഷ്ടമല്ല. നിന്നെ കാണുന്ന പോലെ അവൾക്ക് അറപ്പാന്നാ പറഞ്ഞേ. നിങ്ങൾ കള്ളം പറയാ. എന്റെ ധ്വനി ഒരിക്കലും അങ്ങനെ പറയില്ല. അവള് നിന്നെ കൊല്ലണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിന്റെ മോങ്ങല് കാണുമ്പോ... ജോയ്, ഇവിടെ ഒന്നും ആരുമില്ല. നീ വണ്ടിയൊന്നും സൈഡാക്ക്. ഇവനങ്ങ് പുറത്തേക്ക് തള്ളിയേക്കാം. അമിത വേഗത വരുന്ന ഏതെങ്കിലും വണ്ടി കയറി ഇവനങ്ങ് തീർന്നോളും. അതും പറഞ്ഞ് അവൻ എന്നെ വണ്ടിയിൽ നിന്ന് പിടിച്ച് സർവീസ് റോഡിലേക്ക് തള്ളിയിട്ടു. അന്ന് ആരൊക്കെയോ ചേർന്ന് എന്നെ രക്ഷപ്പെടുത്തിയെങ്കിലും കൈയും കാലും പൊട്ടി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്ന എനിക്ക് മാസങ്ങളോളം 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടി വന്നു. മാഷേ, ഇത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ. പിന്നെ അവളെ വീണ്ടും നിങ്ങൾ കാണാൻ ശ്രമിച്ചിട്ടില്ലേ? ഇല്ല നന്ദ, പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ അവളെ തിരഞ്ഞു. ഒരിടത്തും എനിക്ക് അവളെ കാണാൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വഴി വേഗം അവളെ കണ്ടെത്താലോ? അതിന് നിങ്ങൾ ശ്രമിച്ചില്ലേ? ശ്രമിച്ചു, പക്ഷെ ഒന്നും വിജയിച്ചില്ല. ഈ അടുത്ത കാലത്ത് ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ എൻ്റെ കോളേജ് വാട്സാപ്പ് ഗ്രൂപ്പായിരുന്നു. ഇപ്പോൾ അതും പോയി. എന്തു പറ്റി? ഞങ്ങളുടെ കോളേജ് വാട്സാപ്പ് ഗ്രൂപ്പിന് ഗെറ്റ് തലേദിവസമാണ് എനിക്ക് ആ പരിപാടിയിലേക്ക് ക്ഷണം കിട്ടിയതും ഞാൻ ആ വാട്സാപ്പ് കൂട്ടായ്മയിൽ ആഡാവുന്നു. പിറ്റേന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് ഗെറ്റ് ടുഗദറിന് പങ്കെടുക്കാൻ പോയത്. അവിടെ വെച്ച് വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളോട് വിശേഷം പങ്കുവെക്കുന്നതിനിടയിലും എൻ്റെ കണ്ണുകൾ തിരഞ്ഞത് എൻ്റെ ധ്വനിയായിരുന്നു. പക്ഷേ അവളെനിക്ക് എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് മാറി. ഞങ്ങളുടെ പ്രണയത്തിന് സാക്ഷ്യം വഹിച്ച ലൈബ്രറിയുടെ ചുമലിൽ ചാരി നിൽക്കുമ്പോഴാണ് രജീഷ ജ്യൂസിൻ്റെ ട്രേ എനിക്ക് നേരെ നീട്ടിയത്. ഞാനതിൽ നിന്നൊരു ജ്യൂസ് ഗ്ലാസ്സെടുത്ത് പതിയെ ആസ്വദിച്ച് കുടിച്ചു തീർത്തു. അറിയോ ശ്രീകുട്ട? അറിയോ? അറിയാണ്ട്. എൻ്റെ പഴയ കൂട്ടുകാരി ഹസീനയല്ലേ? അതൊക്കെ പണ്ട് പോനെ. ഇപ്പോൾ ഒരു ഹസീനയല്ല, ഹസീന റിയാസ്. ആ, ആയിക്കോട്ടെ. പിന്നെ എന്തൊരു വിശേഷം? സുഖം. നിനക്കോ?
എനിക്ക് എന്ത് സുഖം. എന്താടാ? എടി നിനക്കറിയുന്നല്ലോ എൻ്റെ കാര്യം. ധ്വനിയില്ലാതെ എൻ്റെ ജീവിതത്തിന് പൂർണ്ണത ഉണ്ടാവുമോ? ഒരു മൂളലോടെ ഹസീന നിന്നു. എടി അവളിപ്പോൾ എവിടെയുണ്ട്? എനിക്ക് അവളൊന്ന് കാണണം. എനിക്കറിയില്ലടാ. നിനക്കറിയാം അവളിപ്പോൾ എവിടെയാ ഉള്ളതെന്ന്. എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? കള്ളം. നീ പറയുന്ന മുഴുവൻ കള്ളമാണ്. നിനക്ക് എല്ലാം അറിയാം. പറയടി, അവൾ എവിടെയുള്ളത്? ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു പൊന്തിയതും അവൻ്റെ കയ്യിലെ ഗ്ലാസ് മുറുകെ പിടിച്ച് അവൻ ഞെരിച്ചു. എടാ ശ്രീകുട്ട, അവൾക്ക് ഞാൻ എങ്ങനെയാണ് അത് നിന്നോട് പറയുക? അവൾക്ക് എന്താ പറ്റിയത്? അത് വർഷങ്ങൾക്ക് മുമ്പ് അവളൊരു ആക്സിഡന്റിൽ പെട്ടു. ക്രിട്ടിക്കൽ സ്റ്റേജിലെന്നാണ് അന്ന് അറിയാൻ കഴിഞ്ഞത്. അവൻ്റെ കയ്യിലെ ഗ്ലാസ് അവൻ ശക്തിയായി നിലത്തേക്ക് എറിഞ്ഞു. ഗ്ലാസ് നിലത്തി വീണ് ചിതറിയ ശബ്ദം കേട്ടതും പലരും ആ ഭാഗത്തേക്ക് ഓടിയെത്തി. അവനൊരു ഭ്രാന്തനെ പോലെ അലറി. കള്ളം! എന്റെ ധ്വനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഈ കേട്ടൊന്നും സത്യമല്ല. ഇവള് പറഞ്ഞ കള്ളല്ലേ? അവന്റെ ചോദ്യത്തിന് ചുറ്റും കൂടിയവർ മറുപടി അറിയാതെ മൗനം പാലിച്ചതും അവൻ ദിവ്യക്ക് നേരെ തിരിഞ്ഞു. ദിവ്യ, പറ, നീയല്ല വനിതാ ടീമിനെ നയിക്കുന്നത്. എന്റെ ധ്വനി ഇവിടെ വരില്ലേ? അവളിന്ന് ഇവിടെ ചോട് വെക്കില്ലേ? പണ്ട് യൂത്ത് ഫെസ്റ്റിൽ നൃത്തം മുടങ്ങി പോയതിൽ പാവത്തിന് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. അന്ന് കരഞ്ഞുകൊണ്ട് എന്നോട് ബഹളം ഉണ്ടാക്കിയത് നിനക്ക് ഓർമ്മയില്ലേ? അന്ന് അവൾക്കുണ്ടായ സങ്കടങ്ങളൊക്കെ ഇന്ന് ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ ചൂട് വെക്കുമ്പോൾ മാറില്ലേ? അവന്റെ ചോദ്യത്തിന് എന്തു പറയണമെന്നറിയാതെ ദിവ്യ അവനെ തന്നെ നോക്കിയെന്ന്. എന്താ ദിവ്യ, അവളിന്ന് ചിലങ്കേണിയില്ലേ? പറ. ശ്രീകുട്ട, അത് ഞാൻ... എന്താ, അവളിന്ന് ഇവിടുത്തെ ചൂട് വെക്കില്ലേ? ഇനി ഒരിക്കലും നമ്മൾ ആര് വിചാരിച്ചാലും അവളെ കൊണ്ട് ചൂടിപ്പിക്കാൻ പറ്റില്ല. അവളൊരു അപകടത്തിൽ. ഞാൻ എങ്ങനെയാണ് നിന്നോട് പറയേണ്ടത്? ഇല്ല, കള്ളം. അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ എല്ലാവരും കള്ളം പറഞ്ഞതിനെ പറ്റിക്കുക. നിങ്ങൾക്ക് അറിയുന്നതല്ലേ ഞാൻ എന്തുമാത്രം അവളെ സ്നേഹിച്ചിരുന്നു. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ? അതും പറഞ്ഞ അവൻ പൊട്ടിക്കരഞ്ഞത് ഫാദും നസീറും കൂടി അവൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് വലിച്ചു. ശ്രീകുട്ടാ, വാ, ഇവിടെ സീൻ ഉണ്ടാക്കരുത്. നല്ല രീതിയിൽ ഈ പരിപാടി നമുക്ക് നടത്തണം. അതിന് നീ ഒരു തടസ്സമായിട്ട് നിൽക്കരുത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാനത് പറഞ്ഞു ചുറ്റും കൂടിയിൽ നിന്ന് ആരൊക്കെ ചേർന്ന് ഹാളിന് പുറത്തേക്ക് തള്ളി വാതിലടച്ച്. ആ സമയം ഞാൻ അല്പസമയം അവിടെ നിന്നു. ഹാളിനകത്ത് പരിപാടി ആരംഭിക്കുകയാണെന്ന് അനൗൺസ്മെന്റ് കേട്ടത് ഞാൻ ആ കോളേജ് വാട്സാപ്പ് കൂട്ടായ്മയിൽ നിന്ന് എന്നേക്കുമായിട്ട് ലെഫ്റ്റ് അടിച്ച് അവിടുന്ന് പടിയിറങ്ങി. അയ്യോ, ഇതൊരു വല്ലാത്ത അവസ്ഥയായി പോയല്ലോ. കഷ്ടം. പിന്നീട് നിങ്ങളുടെ സഹപാഠികളാരും നിങ്ങൾ വിളിച്ചില്ലേ? എവിടെ വിളിക്കാൻ? ഞാൻ എല്ലാവരുടെയും നമ്പർ ബ്ലോക്ക് ചെയ്തു. അത് വേണ്ടായിരുന്നു. പിന്നെ ശരിക്കും അവൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അവളിന്ന് ഈ ലോകത്ത് ഒന്നും അറിയില്ല. അതിനെപ്പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഡൗട്ട് ചോദിച്ചോട്ടെ. ശരിക്കും അന്ന് ധ്വനി നിങ്ങളെ ബാംഗ്ലൂർ വെച്ച് മലപ്പുറം കാണാൻ വരാതിരുന്നാണോ? അന്ന് അവരെ വിട്ട് നിങ്ങളെ അവൾ... ഏയ്, അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇനി എന്താ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? നന്ദയുടെ ചോദ്യത്തിന് അവൻ മറുപടിയൊന്നും പറയാതെ സീറ്റിൽ തലചാരി കിടന്നു. വെറുതെ ഓരോന്നാലോചിച്ച് ഭാവികളുണ്ട് കേട്ടോ. വേഗം ഒരു കല്യാണം കഴിക്കാൻ നോക്കും മാഷേ. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചത്. അവൾ വേഗം ഫോണെടുത്ത് ക്യാമറ ഓപ്പണാക്കി. ഞാൻ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോയോ? എന്തിന്? എനിക്ക് കാണാനൊന്നല്ല, എന്നെ പോലത്തെ ഏതെങ്കിലും ഒരു വായാടി കാണിച്ച് നിങ്ങളുടെ കല്യാണം ആലോചിക്കാനാ. താനെന്ത് ബ്രോക്കറാണോ? കല്യാണം ആലോചിക്കാൻ ബ്രോക്കർ ആവണമെന്നുണ്ടോ? അതും പറഞ്ഞ് അവൾ അവൻ്റെ ഫോട്ടോ എടുത്ത്. നോക്ക് മാഷേ, ഇതെങ്ങനെയുണ്ട്? സൂപ്പർ. ഇനി നിങ്ങളുടെ നമ്പർ കൂടി താ. അവൾ വേഗം അവൻ്റെ നമ്പർ വാങ്ങി സേവ് ചെയ്തു. ഇനി ഞാൻ ഉറങ്ങാൻ പോവാ കേട്ടോ. പുലർച്ചെ എഴുന്നേക്കാൻ വയ്യ, ഒന്ന് വിളിക്കണേ. അപ്പോൾ ഗുഡ് നൈറ്റ്. അതും പറഞ്ഞ് അവൾ ബർത്തിൽ കയറി കിടന്നു. കുറച്ച് കഴിഞ്ഞ് അവൻ അവൾക്ക് ഓപ്പോസിറ്റായുള്ള ബർത്തിലേക്ക് കയറി കിടന്നു നിദ്രയിലേക്ക് വഴുതി വീണ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. പതിയെ പതിയെ അവനും നിദ്രയെ പുൽകി. പിറ്റേന്ന് എന്താ എഴുന്നേൽക്ക്. ശ്രീകുട്ടൻ അവളെ തട്ടി വിളിച്ച്. എന്താ മാഷേ? ഒന്നുമില്ല, തമ്പാനൂരെത്തി. ഇറങ്ങണ്ടേ? എത്തിയോ എൻ്റെ ഗുരുവായൂരപ്പ? എന്തേ? അല്ല, ഞാനും നിങ്ങളെയാണല്ലോ കണിയുണ്ട്. അതിനെന്താ, ഞാൻ നിന്നെയാണല്ലോ കണിയുണ്ട്. ഓ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞ് പിൻവലിച്ചു. അവൾ ബർത്തിൽ നിന്ന് ബാഗ് പോയിട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് പോവാല്ലേ? എങ്ങോട്ട്? ഞാൻ എൻ്റെ വീട്ടിൽ മാഷ് കല്യാണത്തിനും. എന്തേ? അതും പറഞ്ഞ് അവൾ ബാഗും തൂക്കി പുറത്തേക്ക് നടന്നു. അവൾക്ക് പുറകെ അവനും നടന്നു. അവൾ റെയിൽവേ സ്റ്റേഷന് പുറത്തെ റോഡിലേക്ക് ഇറങ്ങിയതും അവൾ വേഗം ഒരു ഓട്ടോയിൽ കയറി. അപ്പോൾ ഞാൻ പോട്ടെ മാഷേ. പിന്നെ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം. എനിക്ക് ഒരുപാട് കാര്യം സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? ആൾക്ക് വിളിക്കുമ്പോൾ പറയാം. അപ്പോൾ ഓക്കെ, ബൈ. അവൾ അവനെ നോക്കി കണ്ണുറുക്കി കൈ കാണിച്ചതും ഓട്ടോ മുന്നോട്ട് കുതിച്ചു. ആ നിമിഷം അവൻ ആ ഓട്ടോ കണ്ണിൽ നിന്ന് മറയുന്നവരെ വെറുതെ നോക്കി നിന്നു. അല്പസമയത്തിന് ശേഷം അവനും മറ്റൊരു ഓട്ടോയിൽ യാത്ര തുടർന്നു. ഓട്ടോ കല്യാണ വീടിന് മുമ്പിലെത്തിയതും അവൻ വേഗം ഓട്ടോയിൽ നിന്നിറങ്ങി കല്യാണ വീട് ലക്ഷ്യമാക്കി നടന്നു. അവൻ കല്യാണ വീട്ടിൽ കയറിയതും നടപ്പന്തലിൽ സ്വീകരിക്കാൻ നിന്നയാൾ അവൻ്റെ കൈ പിടിച്ചു.
ഹരിയേട്ടൻ്റെ പെങ്ങളുടെ വീടല്ലേ ഇത്? അതെ, ആരാ, എവിടുന്നാ? ഞാൻ ശ്രീനന്ദ്, കണ്ണൂരിന്നാ. ഹരിയേട്ടൻ്റെ കൂട്ടുകാരനാ. ഹരിയുടെ കൂട്ടുകാരനോ? ആ, ഞങ്ങൾ സൗഹൃദം വാട്സാപ്പ് കലാകൂട്ടായ്മയുടെ കൂട്ടാണ്. ഓ അങ്ങനെ. മോനിരിക്കെ. അല്ല, ഹരിയേട്ടൻ? അവൻ മുകളിലെ മുറിയിലുണ്ടാവും. മോനിരിക്കുക, ഞാൻ അവനെ വിളിക്കാം. ഏയ് വേണ്ട, ഞാൻ പോയി കണ്ടോളാം. അതും പറഞ്ഞ് ശ്രീകുട്ടൻ മുകളിലേക്ക് സ്റ്റെപ്പുകൾ കയറിയതും മുകളിൽ നിന്ന് കുറച്ച് സ്ത്രീകൾ വർത്താനം പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി. അവൻ മുകളിലെത്തിയതും ഹരിയേട്ടാ എന്ന് വിളിച്ച് ആദ്യം കണ്ട ഡോറ് ചാരിയ മുറിയിലേക്ക് നടന്നു. അവൻ മുറിയിലെത്തിയതും പകിട്ട് വേഷത്തിൽ അണിഞ്ഞൊരുങ്ങിയ കല്യാണപ്പെണ്ണിനെ കണ്ട് അവൻ്റെ ഹൃദയമിടിപ്പ് കൂടി. കാലുകൾ വിറക്കാൻ തുടങ്ങിയതും അവൻ ആ റൂമിൻ്റെ വാതിൽ ചാരി അവളെ തന്നെ നോക്കി. പതിയെ അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ധ്വനി. അപ്രതീക്ഷിതമായ ആ ശബ്ദത്തിൻ്റെ ഉടമയെ കണ്ടതും അവളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ കടന്നു പോകുന്ന പോലെ അവൾക്ക് തോന്നി. ആ നിമിഷം അവൻ അവൾക്ക് മുമ്പിൽ നടന്നെടുത്തു. ശ്രീനന്ദ്, നീ ഇവിടെ? ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്ന, പക്ഷേ അത് നിന്റെ കല്യാണമാവുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താ ഇത്? മരിക്കുന്നെങ്കിലും ജീവിക്കുന്നെങ്കിലും ഒരുമിച്ചെന്ന് പറഞ്ഞിട്ട് നീ മറ്റൊരാളുടേതാവുകയാണോ? അവൻ്റെ ചോദ്യത്തിന് അവളൊന്നും പറഞ്ഞില്ല. എടീ, ഇത്രയും കാലം ഞാൻ നിന്നെ എവിടെയൊക്കെ തെരഞ്ഞു എന്നറിയോ? നഗരങ്ങൾ, ഗ്രാമങ്ങൾ, ഉത്സവപ്പറമ്പുകൾ, ഏതൊരാൾക്കൂട്ടം കാണുമ്പോഴും ഞാൻ ആദ്യം തിരഞ്ഞ് നിന്റെ മുഖമായിരുന്നു. എന്തിന്? യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ ഞാൻ എഴുതുന്ന കഥകൾക്കും കവിതകൾക്കും താഴെ വരുന്ന ആയിരക്കണക്കിന് കമൻറ്റുകൾക്ക് താഴെ ഞാൻ പ്രതീക്ഷയോടെ തിരഞ്ഞ നിന്റെ പേരുണ്ടോ എന്നാ. പക്ഷേ എവിടെയും നിന്നെ എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നീ വിചാരിച്ച നിനക്ക് പെട്ടെന്ന് തന്നെ എന്നെ കണ്ടെത്താനാവുമായിരുന്നു. എന്നിട്ട് നീ അതിന് ശ്രമിക്കാത്ത എന്നെ മറന്നുകൊണ്ടോ അതോ വെറുത്തുകൊണ്ടോ? എടാ, നീ എന്താ ഈ പറയുന്നത്? നിന്നെ വെറുക്കാനോ മറക്കാനോ ഈ ജന്മം എനിക്കതിന് പറ്റൂ? ഇല്ലെന്നറിയാം, പക്ഷേ ഇന്ന് നീ മറ്റൊരാൾക്ക് മുമ്പിൽ. എടാ, അതൊക്കെ വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി. നിനക്കറിയോ, നിന്നെക്കുറിച്ച് എൻ്റെ ജീവരക്തത്തിൽ എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ടെന്ന്? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അതിലേതെങ്കിലും ഒരു പാട്ടിന് ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ച് നീ ചിലങ്കിയണിഞ്ഞ ചൂടുകൾ വെക്കുക എന്നത്. ഇനി എൻ്റെ ആ ആഗ്രഹമെങ്കിലും ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ച് നീ സാധിപ്പിച്ചു തരുമോ? ശ്രീ, അത് പറ്റില്ല അല്ലേ? പറ്റില്ല. എടാ, നിന്റെ പാട്ടിനകത്ത് ചുവട് വെക്കാൻ എൻ്റെ കാലുകൾ ചലിക്കണ്ടേ? നീ എന്താ പറഞ്ഞേ? ഡാ, എൻ്റെ അരക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടു. ഞാനിന്ന് വീൽ ചെയറിലാണ് സഞ്ചരിക്കുന്നു. നിന്റെ ആ പഴയ ധ്വനിക്കിനെ ഒരിക്കലും ചിലങ്കി അണിയാൻ പറ്റില്ലടാ. ഈ അവസ്ഥയിലായതുകൊണ്ടാണ് ഞാൻ നിന്നെ തിരഞ്ഞു വരാത്തത്. അവളത് പറഞ്ഞതും ഒരു നിമിഷം സ്തംഭിച്ചു പോയി അവൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകി. പതിയെ അവൻ അവളുടെ മുമ്പിൽ മുട്ടൂത്തിയിരുന്നു അവളുടെ മടിയിൽ തലവെച്ച് പൊട്ടിക്കരഞ്ഞു. പറ, എൻ്റെ ധ്വനിക്ക് എന്താ പറ്റിയത്? ഞാനിതൊരൊന്നും അറിഞ്ഞില്ലല്ലോ, പറ. എടാ, അതൊരു ആക്സിഡൻറ്റിൽ സംഭവിച്ച. ആക്സിഡൻറ്റോ? എപ്പോ? അവസാനമായിട്ട് നീ എന്നെ തേടി ബാംഗ്ലൂരിലെത്തിയ ദിവസം. നിന്നെ കാണാൻ ഞാൻ സന്തോഷത്തോടെ ധൃതി പിടിച്ചിറങ്ങുന്ന സമയത്താണ് എൻ്റെ അമ്മ ഉമ്മർപ്പടിയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടത്. അണിഞ്ഞൊരുങ്ങി എൻ്റെ മോളെ എങ്ങോട്ടാ? അമ്മയെ പ്രിയ വിളിച്ചിരുന്നു അവളെ കാണാൻ. കള്ളം പറയുന്നോടി, നീ ഇന്നലെ ഫോണിൽ സംസാരിക്കുന്നതൊക്കെ ഞങ്ങൾ കേട്ടു. നിന്നെ കാണാൻ നിന്റെ മറ്റവൻ സിറ്റിയിലേക്ക് വരുന്നതായിട്ട് വിവേകും പിള്ളേരും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി അവൻ്റെ ജീവൻ തിരിച്ചിട്ടിയ ഭാഗ്യം. അമ്മേ, അവനെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എൻ്റെ ശവം നിങ്ങൾ കാണേണ്ടി വരും. അതും പറഞ്ഞ് ഞാൻ നിൻ്റെ അരികിലത്തെ അമിത വേഗതയിൽ സ്കൂട്ടിയുമായി സിറ്റിയിലേക്ക് പറന്നു. സ്കൂട്ടി മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് എതിരെ വന്ന ലോറിയിൽ ഇടിമുഴക്കത്തോടെ ഇടിച്ചു. അതുമാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രി കിടക്കയിൽ വെച്ച് ബോധം വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞ് ആ അപകടത്തിൽ ഗുരുതരമായി പരിക്ക് പറ്റിയ എൻ്റെ കാലിലൂടെ ലോറിയുടെ ടയറുകൾ കയറി ഇറങ്ങിയെന്നും എൻ്റെ കാലുകൾക്ക് എന്നേക്കുമായി ചലനശേഷി നഷ്ടപ്പെട്ടു എന്നൊക്കെ. പിന്നീട് ഒരു മരവിപ്പായിരുന്നു. ആ ഷോക്കിൽ നിന്ന് മുക്താവാൻ എനിക്ക് വർഷങ്ങൾ വേണ്ടി വന്നു. എല്ലാം കൊണ്ട് ഞാൻ തകർന്നു പോയടാ. ഇടി, നീ പറഞ്ഞു വരുന്നത് ചിലങ്കണിയേണ്ട നിന്റെ കാലുകൾ. ഈശ്വരൻ, ഞാൻ എന്തൊക്കെയാണ് ഈ കേട്ടത്? നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഒന്നും ഞാൻ അറിയാതെ പോയല്ലോ മോളെ. ഞാൻ മനഃപൂർവ്വം നിന്നെ ഒന്നും അറിയിക്കാതിരുന്ന. എന്തിന്? നീ കൂടി തകർന്നു പോകാതിരിക്കാൻ, എന്നെ എന്നേക്കുമായി മറക്കാൻ, നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ. നിന്നെ മറക്കാനോ? എനിക്കതിന് പറ്റുമോ നീ കരുതുന്നുണ്ടോ? നീ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഡാ, എന്നെ നീ മറക്കണം. എന്നിട്ട് കഴിഞ്ഞാൽ ഒരു സ്വപ്നമാണെന്ന് കരുതി മറ്റൊരു പെണ്ണിന് ജീവിതം കൊടുക്കണം. എടി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കതിന് ഒരിക്കലും പറ്റില്ല. പറ്റണം. അതിനു വേണ്ടിയാ ഇത്രയും കാലം എൻ്റെ പരിശ്രമം. നീ ആഗ്രഹിക്കുന്ന പോലെ ഇനി ഒരിക്കലും എനിക്ക് ചിലങ്കി അണിയാനോ നൃത്തകല തുടരാനോ പറ്റില്ല. അതുകൊണ്ട് നീ മറ്റൊരു വിവാഹം കഴിക്കണം അല്ലേ? അതെ, എൻ്റെ മോഹങ്ങൾ ഞാൻ എന്നെ ഉപേക്ഷിച്ചതാണ്.
അരക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട ഞാനൊരിക്കലും എനിക്കൊരു ബാധ്യതയാവരുത്. ബാധ്യതയോ? മിണ്ടിപ്പോരുത് നീ. നിന്റെ കാലുകളെയോ നിന്റെ ശരീരത്തെയോ അല്ല ഞാൻ പ്രണയിച്ച്, നിന്റെ മനസ്സിനെയോ. നിന്റെ ശരീരം പൂർണ്ണമായി തളർന്നു പോയാലോ, നീ വിരൂപിയായി പോയാലും എനിക്കൊരു കുഴപ്പമില്ല. അതൊക്കെ നിനക്കിപ്പോൾ പറയാം. പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ നിന്റെ ജീവിതത്തിലൊരു ബാധ്യതയായി പോയിന്ന് തോന്നിയ വേണ്ട, പോയിക്കോ. നിന്നെ കാണണ്ട, പോയിക്കോളാനാ പറഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന വരില്ല. അതുകൊണ്ട് പോയിക്കോ നീ. അതും പറഞ്ഞ് അവൾ മുഖം പൊത്തി കരഞ്ഞതും അവൻ പതിയെ എഴുന്നേറ്റ് അവളെ അവൻ്റെ കൈകളിൽ കോരിയെടുത്തു. വിട വിട്. മിണ്ടാതിരി കോപ്പേ. അവൻ അവളെയും എടുത്ത് താഴേക്ക് ഇറങ്ങി. ഉമ്മറത്തുകൂടി നടന്ന് മുറ്റത്ത് കതിർമണ്ഡപത്തിൽ അവൾക്കായി ഒരുത്തി ഇരിപ്പിടത്തിലിരുത്തി. ചുറ്റും കൂടിയവർ കാര്യമറിയാതെ മുഖത്തോട് മുഖം നോക്കി നിന്നു. കതിർമണ്ഡപത്തിന് ചുറ്റും കൂടിയവരെ നോക്കി അവൻ പറഞ്ഞു, ഇവൾ എന്റെ പെണ്ണാ. ദൈവം എനിക്കായി കാത്തുവച്ച പെണ്ണ്. ഇവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഇഷ്ടം ഇവളെ. ഇവൾക്ക് എന്നെയും. ചുറ്റും കൂടിയവർ കാര്യമറിയാതെ മൂക്കത്ത് വിരൽ വെച്ചു നാട്ടുപ്രമാണി അവനെ നോക്കി. ഇഷ്ടോ? അതെ, ഞങ്ങൾ പ്രണയത്തിലായിരുന്നു വർഷങ്ങളോളം. അവനത് പറഞ്ഞു അവൾ തൊണ്ടയിടറിക്കൊണ്ട് അലറി വിളിച്ചു, ശ്രീ. അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. എടി, അങ്ങനെ ആയിരുന്നില്ലേ നമ്മൾ? ഇപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അവളുടെ മിഴികൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകിയത് അവൻ അവൾക്ക് മുമ്പിൽ കൈകൂപ്പി. എടി, ഒരുമിച്ച് ജീവിക്കാൻ നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്നില്ലേ? ഈ ജന്മതി എന്റേതല്ലേ, എന്റേത് മാത്രം. പിന്നിൽ നിന്ന് ആരുടെയോ ചവിട്ടേറ്റ് ശ്രീകുട്ടൻ ദൂരേക്ക് തെറിച്ചു വീണതും ചവിട്ടിയാൾ അവനിലേക്ക് നടന്നെടുത്ത് അവന്റെ കോളിൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് അയാൾ ധ്വനിയെ നോക്കി. നീ വിളിച്ചിട്ടാണോടി ഇവനിവിടേക്ക് വന്ന്? ഒരു നിമിഷം മൗനമായി നിന്നവൾ അല്ല എന്നർത്ഥത്തിൽ തലചലിപ്പിച്ച് അയാളുടെ കാരിരുമ്പ് പോലത്തെ കൈ അവന്റെ മുഖത്ത് മിന്നായം പോലെ പതിഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ നിലത്തേക്ക് ഊർന്നു വീണ അവൻ പിടഞ്ഞെഴുന്നേൽക്കും മുന്നേ അയാൾ അവന്റെ നെഞ്ചത്ത് കാൽവെച്ച് അമർത്തിയതും. മാമ, വേണ്ട മാമ, അവനൊന്നും ചെയ്യല്ലേ. അവന്റെ നെഞ്ചിൽ അമർന്ന അയാളുടെ കാലുകൾ പുറകോട്ട് വലിഞ്ഞു. നായേ, ഇവളുടെ കഴുത്തിൽ താറി കിട്ടുന്നത് എന്റെ മകനാ. അതിനെന്തെങ്കിലും തടസ്സമായിട്ട് നീ വന്നാ ഒന്ന് കുഴിച്ചു മൂട് നിന്നെ. എണീറ്റ് പോടാ മോനെ. അതും പറഞ്ഞ അയാൾ തിരിഞ്ഞടന്നു. അല്പസമയത്തിന് ശേഷം അവൻ മെല്ലെ പൊടി തട്ടി എഴുന്നേറ്റ് കതിർമണ്ഡപത്തിലേക്ക് നടന്ന് ധ്വനിക്ക് മുമ്പിൽ നിന്നു. എടി, നീ ഇല്ലാതെ, നിന്റെ സാമീപ്യമില്ലാതെ ഇത്രയും കാലം ഞാൻ എങ്ങനെയാ ജീവിച്ചെന്നറിയോ നിനക്ക്? വയ്യ, ഇനി എനിക്ക് അതിനെ ജീവിക്കാൻ വയ്യടി. അതുകൊണ്ട് നിന്നെ ഞാൻ കൊണ്ടുപോവാ. ഏയ്, അതൊന്നും നടക്കൂല. പോയിക്കെന്റെ മുമ്പിൽ നിന്ന്. പോവാനോ? എടി കോപ്പേ, ഞാൻ വിളിച്ച നീ വരില്ലേ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയതും അനുസരണയില്ലാതെ അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ആ നിമിഷം അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിലേക്ക് ഒതുക്കിയതും അവനെ ആരൊക്കെയോ ചേർന്ന് ബലമായി പിടിച്ച് കതിർമണ്ഡപത്തിന് പുറത്തേക്ക് ആഞ്ഞു തള്ളി. അപ്രതീക്ഷിതമായ ആഞ്ഞു തള്ളിൽ പുറകോട്ട് തെറിച്ചു പോയ അവൻ ആരുടെയൊക്കെയോ കൈകളിൽ താങ്ങി നിന്നു. തന്നെ താങ്ങിയിരുത്തിയവർ ആരെന്നറിയാൻ അവൻ തിരിഞ്ഞെന്നും തൻ്റെ സഹപാഠികളെ കണ്ട് അവനെ കണ്ട് സഹപാഠികളും ഞെട്ടി. പതിയെ അവൻ തനിക്ക് മുമ്പിൽ നിൽക്കുന്ന തൻ്റെ സഹപാഠികളെ നോക്കി പല്ലിറിഞ്ഞു. ഫഹദിനും പ്രവീണും നേരെ തിരിഞ്ഞു. ഓ, ഈ വിവാഹമൊക്കെ നിങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണല്ലേ? നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ കെഞ്ചിയതല്ലേ ഇവളെ എവിടെയെന്ന് ചോദിച്ച്? ശരിക്കും എല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ എന്നെ ചതിക്കായിരുന്നല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ ഇവളെൻ്റെ ജീവനായിരുന്നു എന്ന്? അവൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ എല്ലാവരും മൗനമായി നിന്നു. അവൻ ഹസീനെ മുമ്പിൽ കൈകൂപ്പി. ഹസി, ആരെക്കാളും നിനക്കറിയാവുന്നതല്ലേ ദുനിയെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്നും അവളില്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടാവില്ലെന്നും. എന്നിട്ട് എന്തിനാണ് നീയൊക്കെ എൻ്റെ മുമ്പിൽ ഈ നാടകം കളിച്ചു? അത് ഞാൻ. വാക്കുകൾ ഹസീനയുടെ തൊണ്ടിൽ കുരുങ്ങിയതും അവൻ്റെ കണ്ണുകളിൽ കോപം നിറഞ്ഞു. പറയടി, എന്തിനു വേണ്ടിയായിരുന്നു? എല്ലാം അറിയായിരുന്നിട്ട് നീ എന്നിൽ നിന്നെല്ലാം മറച്ചു വെച്ച്. അത് ആ അപകടത്തിന് ശേഷം ഒരു നാളെ ആശുപത്രി കിടക്കി വെച്ച് ദുനിയൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഹസി, നീ എനിക്കൊരു വാക്ക് തരണം. എനിക്ക് ഈ അപകടം പറ്റിയതും അപകടത്തിൽ എൻ്റെ കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടതും ഒരിക്കലും ശ്രീകുട്ടൻ അറിയരുത്. തളർന്നു പോവാ പാവം. അതുകൊണ്ട് അവൻ എന്നെ ഈ അവസ്ഥയിൽ ഒരിക്കലും കാണരുത്. അന്ന് ഞാൻ അവളോട് സത്യം ചെയ്തുകൊണ്ടാണ് നിന്നിൽ നിന്ന് ഞാനെല്ലാം മറച്ചു വെച്ച്. അല്ല, നീ വിചാരിക്കുന്നവരെ ഞങ്ങളെല്ലാവരും നിന്നെ ചതിക്കാനോ വഞ്ചിക്കാനോ ചെയ്തല്ല. ഹസിയുടെ വാക്കിലെ സത്യസന്ധാവന് മനസ്സിലായതും അവൻ ആൾക്ക് മുമ്പിൽ ചെറുപുഞ്ചിരി വിടർത്തി. ആ സമയം വരൻ്റെ ബന്ധുക്കൾ കല്യാണപ്പന്തലിൽ എത്തിയിരുന്നു. വരനെയും ബന്ധുക്കളെയും കണ്ടതും അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു. അവൻ നടന്ന് വരന് മുമ്പിൽ അഭിമുഖമായി നിന്നു. വിവേക് ശർമ്മ എന്ന ധ്വനിയുടെ മുറച്ചെറുക്കൻ, എൻ്റെ പ്രിയപ്പെട്ട ഹരിയേട്ടൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ. അപ്പൊ നീ ഇതിനു വേണ്ടിയായിരുന്നു പണ്ട് കോളേജിൽ വന്ന് തല്ലുണ്ടാക്കിയതും ബാംഗ്ലൂർ വെച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചതും അല്ലേ? നീ കാരണടാ എന്റെ പെണ്ണ് അപകടത്തിൽപ്പെട്ട് അവിടെ അരക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട്. ശ്രീകുട്ടൻ്റെ വാക്കുകൾ ഇടിമുഴക്കം പോലെ അവിടെയുള്ളവരുടെ കാതുകളിൽ പതിഞ്ഞതും വിവേക് ഇരുകൈ കൊണ്ട് അവൻ്റെ കോളിൽ കുത്തിപ്പിടിച്ച് അലറി. നാറി,
ഇവിടെ വന്ന് ഷോ കാണിക്കാൻ വന്നാലുണ്ടല്ലോ, നിന്നെ തെരുവ് വെട്ടിയപ്പോലെ തള്ളിക്കൊല്ലും. കാണോ നിനക്ക്? അത് പറഞ്ഞ് അവൻ ശ്രീകുട്ടനെ ആഞ്ഞു തള്ളി. കതിർ മണ്ഡപത്തിലേക്ക് നടക്കാൻ തുനിഞ്ഞതും ഹനീഫും മാവേലി മഹേഷും വിവേകിന് മുമ്പിൽ പാറ പോലെ നിന്നു. എങ്ങോട്ടാ? ഹനീഫയുടെ ഘനഗംഭീരമായ ശബ്ദം അവിടെ ആകെ മുഴങ്ങിയതും നാട്ടുപ്രമാണി വിഷയത്തിൽ ഇടപെട്ടു. മക്കളെ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? മുഹൂർത്തം തെറ്റും. മുഹൂർത്തം തെറ്റിട്ടേട്ടാ, ഈ കല്യാണം നടക്കില്ല. എന്ത് കല്യാണം നടക്കില്ലെന്നോ? അതെ, ഈ കല്യാണത്തിന് ഞങ്ങളുടെ ധോനിക്ക് താല്പര്യമില്ല. കാരണം ശരീരം തളർന്നുപോയ അവൾക്കൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിയല്ല. ഇവൻ അവളുടെ കഴുത്തിൽ താലിയാർത്തുനിന്ന് അവളുടെ സ്വത്തും പണം മോഹിച്ചിട്ടാ. മാവേലി മഹേഷിന്റെ വാക്കുകൾ കേട്ട് വിവാഹവേദിയായ നിശബ്ദ പടന്നു. വിവേക് ഹനീഫിനെയും മഹേഷിനെയും നോക്കി പല്ലിറുമി. കള്ളം പറഞ്ഞാലുണ്ടല്ലോ. ആ, കള്ളം പറയുന്നത് നീയാണോ ഞങ്ങളാണോ എന്ന് ഇവിടെയുള്ളവർ തീരുമാനിക്കട്ടെ. സജിന, ധോനി നിനക്ക് ഫോർവേഡ് ചെയ്തതിന്റെ വോയിസ് മെസ്സേജ് ഒന്ന് ഓപ്പൺ ചെയ്യും. സജിന വാട്സാപ്പ് തുറന്ന് ആ വോയിസ് മെസ്സേജ് ഓപ്പൺ ചെയ്തു. നിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും പണം മോഹിച്ചിട്ട് തന്നെയാ അരക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട നിന്റെ കഴുത്തിൽ താലി ചേർത്തുന്ന്. അതുകൊണ്ട് നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ദിവസം തന്നെ എൻ്റെ സ്വത്തുക്കൾ കൂടി എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പം ശരി മോളെ, ഗുഡ് നൈറ്റ്. വിവേകിന്റെ മധ്യലഹരിയുള്ള വോയിസ് കേട്ടതും വിവാഹ ചടങ്ങിനെത്തിയവർ അവനെ പുച്ഛത്തോടെ നോക്കി അടക്കം പറഞ്ഞു. ചിലർ അവനെ കയ്യേറ്റം ചെയ്യാൻ നോക്കിയതും അവനും കൂട്ടരും ദേഷ്യത്തോടെ വിവാഹപ്പന്തലിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ആ നിമിഷം ശ്രീകുട്ടൻ കതിർ മണ്ഡപത്തിൽ കയറി ധ്വനിയുടെ മുമ്പിൽ കൈകൂപ്പി. എടി, നീ എന്തിനാ മോളെ ഞാൻ ജീവിച്ചിരിക്കും മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ച്? നീ എന്നെ മറന്നു തുടങ്ങിയതുകൊണ്ടോ? അതോ ഈ അവസ്ഥയിൽ നിന്നെ ഞാൻ ഉപേക്ഷിക്കുമെന്ന് കരുതിയിട്ടാണോ? നിനക്കറിയോടി, ഈ ഭൂമിയിൽ നിന്നെ പോലെ ഞാൻ മറ്റാരെയും സ്നേഹിച്ചിട്ടില്ല, ഇനി സ്നേഹിക്കുകയില്ല. ഞാൻ ഇത്രയും കാലം ജീവിച്ചതെന്ന് നിനക്ക് വേണ്ടിയിട്ടാ. എൻ്റെ ഹൃദയം തുടിക്കുന്ന നാള് വരെ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. പിന്നെ എന്തിനാ നീ? ഞാൻ ആർക്കൊരു ഭാരാവണമെന്ന് കരുതിയിട്ടാ അങ്ങനെയൊക്കെ. പിന്നെ മറ്റൊരു വിവാഹത്തിന് ഞാൻ സമ്മതിച്ച് എൻ്റെ അനുജത്തിയുടെ വാശിയുണ്ടാ. എൻ്റെ വിവാഹം കഴിഞ്ഞ് എനിക്കൊരു ജീവിതം ഉണ്ടായാൽ മാത്രമേ അവൾ അവളുടെ വിവാഹത്തെപ്പറ്റി ആലോചിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ മറ്റൊരു വിവാഹത്തെപ്പറ്റി ചിന്തിച്ച്. ഞാൻ കാരണം അവളുടെ ഭാവി തകരാതിരിക്കാം. നീ പേടിക്കണടി, ഇനി നിന്റെ ഭാവി എൻ്റെ കയ്യിൽ സുരക്ഷിതം. ജീവനുള്ള നാൾ വരെ നിന്നെ ഞാനൊരു ശക്തിക്കും വിട്ടുകൊടുക്കില്ല. ശ്രീകുട്ടന്റെ സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ അവളുടെ മിഴികളിലൂടെ ആനന്ദ കണ്ണീരായി പെയ്തിറങ്ങിയത്. എന്നാൽ നമുക്ക് ഈ വാപ്പത്തിൽ വെച്ച് തന്നെ ഇവിടെ വിവാഹം നടത്തിയാലോ? ധ്വനിയുടെ ബന്ധുക്കളും നാട്ടുകാരും സഹപാഠികളും ഒരേ സ്വരത്തിൽ ചോദ്യം ഉന്നയിച്ചതും ശ്രീകുട്ടൻ ധ്വനിയുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ സഹപാഠികളെയും ചുറ്റും കൂടിയവരെയും നോക്കി. ഏയ്, അത് പറ്റില്ല. എന്നോട് പറ്റാണ്ട്? അപ്പൊ ഇത്രയും നേരം നീ പറഞ്ഞൊക്കെയോ? ഷാജി പാപ്പാനെ, ഞാൻ പറഞ്ഞൊക്കെ ശരിയാ. പക്ഷെ ഞങ്ങൾക്കിതുവരെ പ്രണയിച്ച് കുതിർന്നിട്ടില്ല. ഇനിയും അതിവരോളം ഞങ്ങൾക്ക് പ്രണയിക്കണം, വരും ജന്മങ്ങളിലും. അല്ലേടി ധ്വനി? അതേ എന്ന മട്ടിൽ അവൾ നാണത്തോടെ മുഖത്തൊരു ചെറുപുഞ്ചിരി വിടർത്തി തലചലിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അനശ്വര പ്രണയം വീണ്ടും തളിരിടുന്ന നിമിഷത്തിന് സാക്ഷ്യം വഹിച്ച് നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താലോ? ശ്രീത്തെ, ആ നീ പറഞ്ഞ നല്ലൊരു ഐഡിയ. നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ഭക്ഷണം കഴിച്ച് പിരിയാം. അപ്പോൾ ആദ്യം നമുക്ക് ഫോട്ടോ എടുക്കേണ്ട പരിപാടി നോക്കാം. അല്പസമയത്തിനു ശേഷം പുറത്ത് ശ്രീകുട്ടനെയും ധ്വനിയും ഇരിപ്പിടത്തിലിരുത്തി അതിന് ഇരുവശത്തുമായി അവരുടെ സഹപാഠികൾ ഫോട്ടോ എടുക്കുന്നതിനായി നിരന്നിരുന്നു. ഗ്രൂപ്പ് ഫോട്ടോയും സെൽഫി എടുക്കുന്നതിനിടയിൽ ശ്രീകുട്ടൻ്റെ മൊബൈൽ റിങ് ചെയ്തു. അവൻ പോക്കറ്റിൽ നിന്ന് ഫോണെത്തി ഡിസ്പ്ലേയിൽ നോക്കി. അനുനന്ദ. ഈശ്വര, ഈ പണ്ടാരെന്തിനാ എന്നെ വിളിക്കുന്നത് എന്ന് മനസ്സിൽ പറഞ്ഞ് അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു. ഹലോ മാഷേ, ഇന്നത്തെ കണി എങ്ങനെ ഉണ്ടായിരുന്നു? അത് പിന്നെ എന്തു പറഞ്ഞെന്നറിയാതെ അവൻ വെപ്രാളപ്പെട്ട് നിന്നു. എന്താ മാഷേ ഒരു വെപ്രാളം? എന്നെ കണി കാണുന്നത് തന്നെ ഒരു ഐശ്വര്യമാണെന്നാ എല്ലാവരും പറയാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന ദിവസം എങ്ങനെയായിരുന്നു? അവൻ മറുപടി അറിയാൻ നിന്നു. എന്താ മാഷേ മിണ്ടാട്ടില്ലാത്ത? ദേ ഒന്ന് ഇങ്ങോട്ട് നേരെ മുന്നോട്ട് നോക്കിയേ. അവൻ നേരെ മുന്നോട്ട് നോക്കിയത് കഴുത്തിൽ ക്യാമറയും തൂക്കി ചെവിയിൽ ഫോണും ചേർത്ത് പിടിച്ച് പുഞ്ചിരിയോടെ നടന്നു വരുന്ന നന്ദയെ കണ്ട് അവനെ ഞെട്ടി. അവൾ അവർക്ക് മുമ്പിലെത്തിയതും അവൾ അവർക്ക് നേരെ ക്യാമറ പിടിച്ചു. അല്ല മാഷേ, ഇങ്ങനെ മിഴിച്ചു നോക്കിയതും വേണ്ട, ഞാൻ ധ്വനിയുടെ ചിറ്റയുടെ മോളാ. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ? അവൾക്ക് മുമ്പിൽ നിന്ന് ഡബിൾ ഓക്കെ എന്ന് പറഞ്ഞതും ദേ എല്ലാവരും എന്നെ തന്നെ നോക്കണേ. റെഡി, 1 2 3. ക്യാമറയുടെ ഫ്ലാഷുകൾ മിന്നി പറഞ്ഞു. അവൾ ക്യാമറയിലേക്ക് നോക്കി. ഇത് സൂപ്പർ ഫോട്ടോയാണ്. ഇത് ഞാൻ FB പോസ്റ്റ് ചെയ്യാം. ക്യാപ്ഷൻ: കട്ട കലിപ്പത്തിയും തെമ്മാടി ചെക്കിനും എന്നെഴുതിയാലോ? കുട്ടി, അടിപൊളി ക്യാപ്ഷനാ, സൂപ്പർ. ഞാൻ തന്നെ അടിപൊളിയല്ലേ, പിന്നെ ഇതിനെ ക്യാപ്ഷനായിട്ട് കുറക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത ഫോട്ടോയിലേക്ക് പോവാം. എല്ലാവരും തള്ളവരിൽ ഇങ്ങനെ സൂപ്പർ എന്ന മട്ടിൽ വെച്ചേ. എല്ലാവരും അവൾ നോക്കി പുൻസിരിയോടെ തള്ളവരിൽ ഉയർത്തിപ്പിടിച്ചത്. അപ്പോൾ റെഡി. ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് മിന്നി പറഞ്ഞു. ശ്രീകുട്ടൻ്റെയും ധ്വനിയുടെയും ചുണ്ടുകളിൽ പുൻസിരി വിടർന്നു.
ആ നിമിഷം അവരുടെ വീണ്ടും തളിർത്ത ആ അനശ്വര പ്രണയ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചവരുടെ മനസ്സിൽ നിലക്കാത്ത തിരമാല പോലെ ആനന്ദം അലയടിച്ചുകൊണ്ടേയിരുന്നു.